കാലത്ത് തിരുവിതാംകൂറിൽ ഉണ്ടായ ഒരു മഹാനായ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അതായത് സ്വാതി തിരുനാളും ചിത്തിര തിരുനാളും ഒക്കെ ഭരിച്ചിരുന്ന രാജ്യത്തെ ഒരു മഹാനായ രാജാവ്. അപ്പോൾ ശരിക്കും വേലുക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സഹായോട് പറഞ്ഞു അനന്തപത്മനാഭനെ വധിക്കാൻ പറഞ്ഞു. എന്നിട്ട് ശംസുദ്ദീൻ അയാളുടെ ഒരു തോക്കുണ്ടാവും, ആ തോക്ക് വെച്ചിട്ട് പത്മനാഭൻ നമ്മുടെ കയ്യിൽ വെടിവെച്ചിട്ട് വീഴ്ത്തി തോപ്പിക്കും. എല്ലാ പടന്മാരും തോപ്പിക്കും അവൻ്റെ ആൾക്കാർ വെച്ചിട്ട്. എന്നിട്ട് സുന്ദരയ്യനെ അവർ വെട്ടിക്കൊല്ലും. എന്നിട്ട് ഈ ശംസുദ്ദീൻ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വായിച്ചിരിക്കുന്ന പുസ്തകമാണ്, നല്ല രസമുള്ള പുസ്തകമാണ്, വായിച്ചൊന്നും കൂടെ വായിക്കുന്ന ഒന്നും നല്ല രസമുള്ള പുസ്തകമാണ്. അതേ ഒരു കഥ പറയുന്ന ഫലിപ്പിക്കാനൊക്കെ അതുപോലെ അതെ ഇപ്പോഴും എനിക്കിപ്പോഴും മിക്കലും വരുമായിരുന്നു സദസ്സിൽ കയറിയുന്നത്. അപ്പൊ മോന് നന്നായിട്ട് പറഞ്ഞു. നമുക്കെല്ലാം കുറച്ചൊക്കെ നമുക്ക് കഥയൊക്കെ അറിയാം, എന്നാലും മോനതെല്ലാം പറഞ്ഞ് നന്നായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ വായനാ മത്സരത്തിന്റെ ഇനിയുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. 5-6 പുസ്തകമല്ലേ ചെയ്യുമ്പോൾ അടുത്തത് യുവരാജാവുള്ളത് മാർത്താണ്ഡവർമ്മയാണെന്ന് പറയും. അന്ന് മരുമക്കത്തായമായിരുന്നു. അതൊരു ഭയങ്കരമായ ഭയം. നമുക്കിപ്പോൾ തോന്നും അതെങ്ങനെ മാർത്താണ്ഡവർമ്മയാണ്, പുള്ളിയുടെ മോനല്ലേ ആവട്ടെ, തമ്പിയല്ലേ ആവണ്ടേന്ന് നമുക്കിപ്പോൾ തോന്നും. നമ്മളിപ്പോൾ മക്കത്തായാണ് അല്ലേ, അച്ഛൻ്റെ കഴിഞ്ഞാൽ മകൻ്റെ കഴിഞ്ഞാൽ അവരുടെ മകൻ, അങ്ങനെയല്ലേ വേണം. പണ്ട് അങ്ങനെയായിരുന്നില്ല, മരുമക്കത്തായായിരുന്നു. അമ്മാവൻ ആയിരുന്നു കാരണവർ, അത് കഴിഞ്ഞാൽ മരുമകനാണ് അടുത്ത സ്ഥാനം കിട്ടുന്നത്. അതുകൊണ്ട് ആ മരുമക്കത്തായം വെച്ചാണ് മാർത്താണ്ഡവർമ്മ രാജാവാകുന്നത്. അതിൻ്റെ മരുമക്കത്തായവും മക്കത്തായവും തമ്മിലുള്ള ഒരു വടംവലിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലെ വിചിത്രമായിട്ട് വരുന്നത്. അതുകൊണ്ട് കുറേ പേര് പിന്നെ എട്ടുവടി പിള്ളമാർ അവരുടെ മന്ത്രിമാരൊക്കെ അവരുടെ സ്വാധീനത്തിന് വേണ്ടി അവർക്ക് കുറച്ചുകൂടി അധികാരം കിട്ടും ഒരു ചേർന്നും തമ്പിയുടെ കൂടെ നിന്ന് മാർത്താണ്ഡവർമ്മയെ എതിർത്ത് തങ്ങളുടെ മകൾക്കും സഹായത്തിനുണ്ടായിരുന്നത്. അതായത് അത് നല്ല രസമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ വായിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നും. ചാന്താനൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം അറിയില്ലല്ലോ ഇയാളാണെന്നുള്ളത്. പാറുകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടത് ഒപ്പം എന്നും പറഞ്ഞ കുറേ പദങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചുരുക്കണം. അത് ഇംഗ്ലീഷായാലും പറഞ്ഞാൽ മതി. മാമനെ സംബന്ധിച്ചിടത്തോളം ഈ കഥയെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കൂട്ടി വായിക്കാനായിട്ട് നമ്മൾ ആദ്യം മലയാളാക്ഷരങ്ങളൊക്കെ കൂട്ടി വായിച്ച് കഴിയുമ്പോൾ ഒന്ന് വായിക്കണ്ടേ. അപ്പം ഈ പുസ്തകമാണ് ആദ്യമായിട്ട് വായിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വായിച്ചത് ഇതാണ്. അത് അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് മലയാളം വായിച്ചു തുടങ്ങിയത് വായിച്ചാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞതാണ് കേട്ടാ. വളരെ നന്നായിരുന്നു കേട്ടോ. ഇനിയും വരണം, ഇനിയും നടത്തണം കേട്ടോ. ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. നന്നായി വരട്ടെ, എനിക്ക് ആശംസിക്കും. പിന്നെ ഞാനൊക്കെ ഈ പ്രായത്തിൽ ചിത്രകഥകളൊക്കെയാണ് വായിച്ചിട്ടുള്ളത്. പിന്നെ ബോബനും മൂടി അങ്ങനെയൊക്കെയുള്ള കുട്ടി ചെറിയ ചെറിയ വാക്കുകൾ ചിത്രകഥകളൊക്കെയാണ് വായിച്ചിട്ടുള്ളത്. ഇപ്പം മോനൊരു ചരിത്ര ആഖ്യായിക തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പ് നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കഥയെ അത് മറ്റുള്ളവർക്ക് വായിക്കണം എന്ന് കഥ മുഴുവൻ പറയാതെ, അല്ലെങ്കിൽ ആ ചരിത്രം മുഴുവൻ പറയാതെ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഓനത് മറ്റുള്ളവർക്ക് എന്താ പറയുക വായിക്കാനുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അത് തന്നെ നല്ല ഒരു വലിയവരെ ചെയ്യുന്നത് പോലെ തന്നെ മോൻ ചെയ്തു, മുഴുവൻ പറയാതെ അല്ലേ. അപ്പം അത് മോൻ്റെ ആ വായനയുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ വായനയും പോലെ സൂക്ഷ്മമായിട്ടും വായിച്ചിട്ടുണ്ട്, സ്ഥൂലമായിട്ടും വായിച്ചിട്ടുണ്ട്. അതിനെ മനനവും ചെയ്തിട്ടുണ്ട്. അപ്പം വായന എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ആഹാരമാണല്ലേ, മനസ്സിനൊരു ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ മാനസികമായ ആരോഗ്യത്തിന് മോനെ സഹായിക്കുന്നത് ഇത്തരം അങ്ങനെ പുസ്തകം വായനയാണ്. അത് നന്നായി വരട്ടെ, വായിച്ച് വളരട്ടെ, വിളയട്ടെ, തിളങ്ങട്ടെ, ചോദിക്കട്ടെ, ഉന്നതങ്ങളിൽ വിരാജിക്കട്ടെ. എല്ലാവരും ശരിക്കും പറയുമ്പോൾ വായനശാലയുടെ അഭിമാനമാണ്. ഇത്ര കുഞ്ഞിലെ നല്ലൊരു വായനക്കാരൻ ആണ് ഇത്ര നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമ്പോൾ. എന്തായാലും നന്നായി. മോൻ എത്ര വന്നാലും ഈ വായനശീലം കൈവിടരുത്, ഇത്രയായാലും അത് ചെയ്യണം. പിന്നെ ഇത്ര കുഞ്ഞിലൊരു ചരിത്ര പുസ്തകമൊക്കെ എടുത്ത് അത് എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട് മോനത് പറഞ്ഞു, അതും ഒരു അത്ഭുതം. എന്തായാലും നന്നായിട്ട് പറഞ്ഞു, നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ. ഇനിയും ഇതുപോലെ വായിച്ച് എല്ലാവർക്കും മാതൃകയായിട്ട് എന്തായാലും 2 വലിയ ആഭ്യന്തരങ്ങൾ തുറന്നു.
മറ്റുള്ളവർക്ക് മാർഗദർശിയാവാനും മറ്റു കുട്ടികൾക്ക് മാർഗദീപമായി മുന്നിൽ നയിക്കുന്നതിനുള്ള നല്ല ഗുരുക്കന്മാരായി വളരട്ടെ.